ഓൾ വെൽക്കം ബാക്ക് ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഒരു മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. മറ്റൊന്നിനെ കുറിച്ചുമല്ല, നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു മേജർ അപ്ഡേറ്റ് പറയാനായിട്ടാണ്. നമ്മുടെ ഈ അടുത്തിടയ്ക്ക് കേരള മന്ത്രിസഭാ യോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എടുത്ത ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ഒരു ഡിസിഷനാണ് AMVI പോസ്റ്റുകളുടെ എണ്ണത്തെ പറ്റി നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ദ ബിഗസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ 60 പോസ്റ്റുകൾ AMVIയിലേക്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഈ 60 പോസ്റ്റുകളുടെ ബൈഫൊക്കേഷൻ അതിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഈ 60 പോസ്റ്റുകളും ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇത് കേരള ക്യാബിനറ്റ് ഒഫീഷ്യലി സാങ്ഷൻ ചെയ്തതാണ്. ഈ 60 പുതിയ പോസ്റ്റിന്റെ കാര്യം കേരള ക്യാബിനറ്റ് ഒഫീഷ്യലി സാങ്ഷൻ ചെയ്ത കാര്യമാണ്. അതിൽ AMVI, അതായത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 34 ന്യൂ പോസ്റ്റ് ആണ് AMVIയിൽ ആഡഡ് ആയിരിക്കുന്നത്. 34 ന്യൂ പോസ്റ്റ് ആണ്. അതേസമയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത് 26 പോസ്റ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 60 പോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ കറന്റ്ലി നമുക്ക് സെപ്റ്റംബർ 2024 നിലവിൽ വന്നൊരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, സെപ്റ്റംബർ 2024 അതിന്റെ കാലാവധി ഏകദേശം സെപ്റ്റംബർ 2027 വരെ ഉണ്ടാവും. അതായത് ഇനി ഏകദേശം ഒരു 1.5 വർഷം ടൈം പീരീഡും കൂടെ നമ്മുടെ ഇപ്പം AMVIയുടെ കറന്റ്ലി വാലിഡ് ആയിട്ട് നിൽക്കുന്ന ലിസ്റ്റ് ആക്റ്റീവ് ആയിരിക്കും. സോ ഈ വന്നിരിക്കുന്ന വേക്കൻസീസ്, AMVI പോസ്റ്റിന്റെ വേക്കൻസീസ് കൂടുതലും ആപ്ലിക്കബിൾ ആകുക ഇപ്പൊ നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും. സോ ഇത് വളരെ വളരെ ഒരു ഗുഡ് ന്യൂസ് ആണ്. വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്ന് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 34 AMVI പോസ്റ്റ് ആണ്. അപ്പൊ കറന്റ്ലി AMVI റാങ്ക് ലിസ്റ്റിൽ, അതായത് 2027 സെപ്റ്റംബർ വരെ ആക്റ്റീവ് ആയിരിക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഇതൊരു ഗ്രേറ്റ് ന്യൂസ് ആണ്. 34 പോസ്റ്റ് ഇപ്പം ആഡ് ഓൺ ആണെന്ന് പറയുന്നുണ്ട്. സോ ഇപ്പൊ കറന്റ്ലി ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് അത്രയും പേരും കൂടെ എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏകദേശം ഇനി 1.5 വർഷം കൂടെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. ആൻഡ് MVI പോസ്റ്റിലേക്ക് 26 വേക്കൻസീസ് പറയുന്നുണ്ട്. സോ എന്താണ്, MVI പോസ്റ്റിലേക്ക് അത്രയും പേര് പ്രൊമോട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എഗെയിൻ എന്താണ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റില് അവിടെ വേക്കൻസി കൂടുവാണ്. ഓക്കെ, നമുക്ക് ഈ 34 AMVI ഇപ്പൊ കറന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ വെക്കാം. മാത്രമല്ല MVIs ഇത്രയും പേര് പ്രൊമോട്ടായി പോകുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ AMVIസിന്റെ വേക്കൻസീസ് ഉണ്ടാവും. ആൻഡ് നമ്മളൊരു അപ്കമിങ് നോട്ടിഫിക്കേഷൻ സൂൺ തന്നെ, ഏകദേശം ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് പുതിയ AMVIസിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ AMVIക്കൊക്കെ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കി ഒന്ന് സെറ്റാക്കി വെക്കുക. നമുക്കറിയാം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BTech വേണം, അല്ലെങ്കിൽ ഡിപ്ലോമ വേണം. എന്തിലാണ് BTech ഓർ ഡിപ്ലോമ വേണ്ടത്? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ആൻഡ് വളരെ മാൻഡാറ്ററി ആയിട്ടുള്ള കാര്യമാണ് മസ്റ്റ് പോസസ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ്, അത് ഉണ്ടായിരിക്കണം. സോ AMVIയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആസ്പിറൻസ് ഒക്കെ ഹെവി ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങാം. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വേക്കൻസീസിന്റെ കാര്യം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തരുന്ന ന്യൂസ് തന്നെയാണ്. ഓക്കെ, സോ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ ഓട്ടോമൊബൈൽ ആൻഡ് മെക്കാനിക്കൽ സബ്ജക്റ്റ് ആണ്. ആസ് പെർ ദ ലേറ്റസ്റ്റ് PSC സിലബസ് വെച്ചിട്ട് ഓട്ടോമൊബൈൽ ആൻഡ് മെക്കാനിക്കൽ സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഉപകാരപ്രദമായെന്ന് തന്നെ കരുതുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റുകളായിട്ടും ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്ലാസ്സസും എല്ലാ ടെക്നിക്കൽ PSC റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ്സ്, അവയർനെസ് വീഡിയോസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. AMVIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് എഗെയിൻ ഒരു ഗ്രേറ്റ് ന്യൂസും കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ വരുന്ന മാർച്ച് 25-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള യദു കൃഷ്ണൻ സാറ് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ഈ വെബിനാറിൽ സാറ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകുക AMVA അവസരങ്ങൾ, നോട്ടിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ A to Z AMV റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സാറ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാകുക. സോ ഈ വെബിനാറിന്റെ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും സാറുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ വെബിനാറിനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. വെബിനാർ കണ്ടക്റ്റഡ് ആകുന്ന ആ ഡേ നിങ്ങളുടെ രജിസ്റ്റേർഡ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് വെബിനാറിന്റെ ലിങ്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സാറിനോട് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാമിനേഷൻസ് ആൻഡ് ഇറ്റ്സ് മീ അമിഷ സൈനിങ് ഓഫ്. താങ്ക് യു.